ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ പേരുകളിലൊന്നായി മാറിയ മനുഷ്യൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. പക്ഷേ ലോകം അറിയുന്ന ആ സൂപ്പർ താരത്തിന്റെ കഥ തുടങ്ങുന്നത് നിറഞ്ഞുകവിഞ്ഞ ഒരു സ്റ്റേഡിയത്തിൽ നിന്നല്ല. പോർച്ചുഗലിലെ മദൈര ദ്വീപിലെ ഫുഞ്ചാൽ എന്ന നഗരത്തിൽ 1985 ഫെബ്രുവരി 5-ന് ഒരു സാധാരണ കുടുംബത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ജനിച്ചത്. അച്ഛൻ ജോസെ ഡിനിസ് അവെയ്രോ ഒരു ഫുട്ബോൾ ക്ലബ്ബിൽ ജോലി ചെയ്തു. അമ്മ മരിയ ഡൊളോറസ് കുടുംബത്തെ നോക്കാൻ കഠിനമായി പരിശ്രമിച്ചു. വലിയ സമ്പത്തോ ആഡംബരങ്ങളോ ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല. പക്ഷേ ആ വീട്ടിൽ ഒരു കാര്യമുണ്ടായിരുന്നു: ഫുട്ബോളിനോടുള്ള അതിരില്ലാത്ത സ്നേഹം. ചെറുപ്പം മുതൽ തന്നെ റൊണാൾഡോയ്ക്ക് ഫുട്ബോൾ ഒരു സാധാരണ കളിയായിരുന്നില്ല. പന്ത് കാലിൽ കിട്ടിയാൽ അവന്റെ ലോകം മാറുമായിരുന്നു. മറ്റുള്ള കുട്ടികൾ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ റൊണാൾഡോ വീണ്ടും പന്തുമായി മൈതാനത്തേക്ക് ഇറങ്ങും. അവൻ ജയിക്കണം. തോൽവി അവന് ഇഷ്ടമായിരുന്നില്ല. ഒരു മത്സരം തോറ്റാൽ അവൻ കരയും. പക്ഷേ ആ കണ്ണുനീർ അവനെ തകർത്തില്ല. അടുത്ത ദിവസം അതേ ആവേശത്തോടെ അവൻ വീണ്ടും പരിശീലനത്തിനിറങ്ങി. അവന്റെ ഉള്ളിൽ അപ്പോഴേക്കും ഒരു സ്വപ്നം വളർന്നിരുന്നു: ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമാകണം. മദൈരയിലെ ചെറിയ ക്ലബ്ബുകളിൽ കളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയുടെ കഴിവ് പതിയെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കൂടുതൽ മികച്ച പരിശീലനം ലഭിക്കണമെങ്കിൽ മദൈര വിട്ടുപോകേണ്ടിവരുമെന്ന് അധികം വൈകാതെ വ്യക്തമായി. അങ്ങനെ വെറും 12 വയസ്സുള്ളപ്പോൾ റൊണാൾഡോ തന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങളിലൊന്ന് എടുത്തു: ലിസ്ബണിലേക്ക് പോകുക. അവിടെ പോർച്ചുഗലിലെ പ്രശസ്തമായ സ്പോർട്ടിംഗ് CP-യുടെ അക്കാദമി അവനെ കാത്തിരുന്നു. പക്ഷേ ഒരു 12 വയസ്സുകാരൻ അത് ഒരു ഫുട്ബോൾ യാത്ര മാത്രമായിരുന്നില്ല. അമ്മയെ വിട്ടുപോകണം, കുടുംബത്തെ വിട്ടുപോകണം, പരിചിതമായ വീടും സുഹൃത്തുക്കളും ഉപേക്ഷിക്കണം, പുതിയൊരു നഗരത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കണം. ആദ്യകാലങ്ങളിൽ അവനെ കാത്തിരുന്നത് പ്രശസ്തിയോ പണമോ ആയിരുന്നില്ല. ഏകാന്തതയായിരുന്നു. വീടിനെക്കുറിച്ചുള്ള ഓർമ്മകളും ഉണ്ടായിരുന്നു, കണ്ണീരും ഉണ്ടായിരുന്നു. പക്ഷേ അവന്റെ സ്വപ്നം അതിനേക്കാൾ വലുതായിരുന്നു. അവൻ പരിശീലിച്ചു, വീണ്ടും പരിശീലിച്ചു. മറ്റുള്ളവർ വിശ്രമിക്കുമ്പോഴും തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. കാരണം ഒരു കാര്യം അവൻ മനസ്സിലായിരുന്നു: മറ്റുള്ളവരെക്കാൾ മികച്ചവനാകണമെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പരിശ്രമിക്കണം. മദൈരയിൽ നിന്ന് ലിസ്ബണിലെത്തിയ ആ ചെറിയ കുട്ടിക്ക് അന്ന് തന്റെ മുന്നിലുള്ള ജീവിതം എത്ര വലുതാണെന്ന് അറിയില്ലായിരുന്നു. അവൻ അറിയാമായിരുന്നത് ഒരേയൊരു കാര്യം മാത്രം: താൻ ഒരു ദിവസം ലോകത്തിലെ ഏറ്റവും മികച്ചവനാകുമെന്ന്. ആ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ അവൻ വെച്ചുകഴിഞ്ഞിരുന്നു. ഇനി ആ ചെറിയ ദ്വീപിലെ കുട്ടിയെ ലോകം അറിയാൻ അധികം കാലം വേണ്ടിവരില്ലായിരുന്നു. ലിസ്ബണിലെ സ്പോർട്ടിംഗ് CP അക്കാദമിയിൽ എത്തിയതോടെ റൊണാൾഡോയുടെ ജീവിതം മാറി. മദൈരയിലെ വീട്ടിൽ നിന്ന് അകന്ന് തന്റെ സ്വപ്നത്തിനായി ഒരു കുട്ടി ഒറ്റയ്ക്ക് പോരാടുകയായിരുന്നു. അവൻ മറ്റുള്ള കുട്ടികളെക്കാൾ ചെറുതും മെലിഞ്ഞവനുമായിരുന്നു. പക്ഷേ മൈതാനത്ത് അവനുണ്ടായിരുന്ന വേഗതയും പന്തിനോടുള്ള നിയന്ത്രണവും അസാധാരണമായിരുന്നു. പരിശീലനം കഴിഞ്ഞാലും റൊണാൾഡോ പലപ്പോഴും മൈതാനത്ത് തുടർന്നു. ഓട്ടം, ഡ്രിബ്ലിംഗ്, ഷൂട്ടിംഗ്, വീണ്ടും പരിശീലനം. മറ്റുള്ളവർ വിശ്രമിക്കുമ്പോൾ അവൻ പരിശീലിച്ചു. കാരണം അവന്റെ മനസ്സിൽ ഒരു കാര്യം മാത്രമായിരുന്നു: മറ്റുള്ളവരെക്കാൾ മികച്ചവനാകണം. അവന്റെ കഴിവ് പതിയെ പരിശീലകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പന്ത് കാലിൽ കിട്ടിയാൽ അവൻ പ്രതിരോധക്കാരെ വേഗത്തിൽ മറികടക്കും. അവന്റെ നീക്കങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പക്ഷേ റൊണാൾഡോയ്ക്ക് തന്റെ ശരീരം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് അറിയാമായിരുന്നു. അങ്ങനെ പരിശീലനവും ശാരീരികക്ഷമതയും അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി. അതിനിടയിലാണ് മറ്റൊരു പരീക്ഷണം എത്തിയത്. ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് റൊണാൾഡോയ്ക്ക് ശസ്ത്രക്രിയ നടത്തേണ്ടിവന്നു. ഒരു ഫുട്ബോൾ താരമാകാൻ സ്വപ്നം കാണുന്ന കൗമാരക്കാരൻ അത് ഭയപ്പെടുത്തുന്ന നിമിഷമായിരുന്നു. പക്ഷേ അവൻ അധികം വൈകാതെ വീണ്ടും മൈതാനത്തേക്ക് തിരിച്ചെത്തി. വീണ്ടും പരിശീലനം, വീണ്ടും ഓട്ടം, വീണ്ടും സ്വപ്നം. 2002-ൽ വെറും 17-ാം വയസ്സിൽ റൊണാൾഡോ സ്പോർട്ടിംഗിന്റെ ആദ്യ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു. അക്കാദമിയിലെ ആ മെലിഞ്ഞ കുട്ടി ഇപ്പോൾ പ്രൊഫഷണൽ ഫുട്ബോളിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ലോകം മുഴുവൻ അവനെ ശ്രദ്ധിക്കാൻ ഇനിയും ഒരു മത്സരം ബാക്കിയുണ്ടായിരുന്നു. 2003-ൽ സ്പോർട്ടിംഗും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ നടന്ന സൗഹൃദ മത്സരമായിരുന്നു അത്. റൊണാൾഡോ ആ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രതിരോധത്തെ നിരന്തരം ബുദ്ധിമുട്ടിച്ചു. വേഗം, ഡ്രിബ്ലിംഗ്, പെട്ടെന്നുള്ള നീക്കങ്ങൾ. പന്ത് അവന്റെ കാലിൽ എത്തുമ്പോഴെല്ലാം സ്റ്റേഡിയത്തിലെ ശ്രദ്ധ അവനിലേക്ക് തിരിഞ്ഞു. മത്സരം അവസാനിച്ചപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ താരങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു: ഈ 18-കാരനിൽ അസാധാരണമായ കഴിവുണ്ട്. പരിശീലകൻ സർ അലക്സ് ഫെർഗ്യൂസനും അത് മനസ്സിലാക്കി. അധികം വൈകാതെ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായി. മദൈരയിലെ ചെറിയ വീട്ടിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ ഇംഗ്ലണ്ടിലെത്തി. ഒരു പുതിയ രാജ്യം, ഒരു പുതിയ ക്ലബ്, ഒരു പുതിയ വെല്ലുവിളി. പക്ഷേ റൊണാൾഡോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അധ്യായം ഇപ്പോഴാണ് തുടങ്ങുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചുവന്ന ജേഴ്സി അണിഞ്ഞപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പ്രായം വെറും 18. പക്ഷേ അവന്റെ മുന്നിലുണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ വേദികളിലൊന്നായിരുന്നു. ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ വളരെ വേഗതയേറിയതും ശാരീരികമായി കടുപ്പമുള്ളതുമായിരുന്നു. പോർച്ചുഗലിൽ നിന്ന് എത്തിയ ആ മെലിഞ്ഞ യുവതാരത്തിന് ഇവിടെ സ്വയം തെളിയിക്കേണ്ടിയിരുന്നു. ആദ്യകാലത്ത് റൊണാൾഡോയ്ക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു:
അവൻ പന്തുമായി മനോഹരമായി കളിക്കുമായിരുന്നു. പക്ഷേ ചിലപ്പോൾ അനാവശ്യമായി കൂടുതൽ ഡ്രിബിൾ ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കാൻ വൈകുകയും ചെയ്തു. അത് സർ അലക്സ് ഫെർഗ്യൂസൺ ശ്രദ്ധിച്ചു. റൊണാൾഡോയുടെ കഴിവ് മാത്രം മതിയാകില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ കഴിവിനെ ഒരു യഥാർത്ഥ ആയുധമാക്കി മാറ്റണം. ഫെർഗ്യൂസന്റെ കീഴിൽ റൊണാൾഡോ പതിയെ മാറിത്തുടങ്ങി. പരിശീലനം കൂടുതൽ കഠിനമായി. ശാരീരികക്ഷമത മെച്ചപ്പെട്ടു. ഷൂട്ടിംഗ് മെച്ചപ്പെട്ടു. പാസിംഗ് മെച്ചപ്പെട്ടു. ഏറ്റവും പ്രധാനമായി കളി മനസ്സിലാക്കാനുള്ള കഴിവ് വളർന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ആദ്യകാലത്ത് അവന് ഒരു വലിയ ആരാധകനുണ്ടായിരുന്നു. ഓരോ മത്സരത്തിലും അവന്റെ നീക്കങ്ങൾ കാണാൻ ആരാധകർ കാത്തിരുന്നു. പക്ഷേ റൊണാൾഡോയ്ക്ക് പ്രശസ്തി മാത്രം മതിയായിരുന്നില്ല. അവൻ ലോകത്തിലെ ഏറ്റവും മികച്ചവനാകണം. 2006 ലോകകപ്പിന് ശേഷം റൊണാൾഡോയ്ക്ക് ഇംഗ്ലണ്ടിൽ വലിയ വിമർശനങ്ങളും നേരിടേണ്ടിവന്നു. പോർച്ചുഗലും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരത്തിനിടെ വെയ്ൻ റൂണിയുമായി ഉണ്ടായ സംഭവവും അതിനു പിന്നാലെ റൊണാൾഡോയുടെ പെരുമാറ്റവും ഇംഗ്ലീഷ് ആരാധകരെ പ്രകോപിപ്പിച്ചു. പലരും അവനെ വിമർശിച്ചു. പക്ഷേ റൊണാൾഡോ ആ വിമർശനത്തെ മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചു. അവൻ കൂടുതൽ കഠിനമായി പരിശീലിച്ചു. അടുത്ത സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി റൊണാൾഡോ ഗോളുകൾ അടിച്ചുകൂട്ടാൻ തുടങ്ങി. 2006-07 സീസണിൽ അവൻ ഇംഗ്ലീഷ് ഫുട്ബോളിലെ ഏറ്റവും അപകടകാരിയായ താരങ്ങളിൽ ഒരാളായി മാറി. പിന്നീട് വന്നു 2007-08 സീസൺ. അത് റൊണാൾഡോയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ലീഗിലും യൂറോപ്പിലും അവൻ തുടർച്ചയായി ഗോളുകൾ നേടി. ഓരോ മത്സരത്തിലും അവന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അവൻ ഇനി ഒരു പ്രതിഭാധനനായ യുവതാരം മാത്രമായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു. 2008 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി. ഫൈനലിൽ ചെൽസിക്കെതിരായ മത്സരത്തിൽ റൊണാൾഡോ ഒരു ഗോൾ നേടി. പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരത്തിനു ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കിരീടം ഉയർത്തി. അതേ വർഷം റൊണാൾഡോ തന്റെ ആദ്യ ബാലൻ ഡി ഓർ നേടി. ലിസ്ബണിലെ ഏകാന്തനായ കൗമാരക്കാരൻ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. പക്ഷേ റൊണാൾഡോയുടെ സ്വപ്നം അവിടെ അവസാനിച്ചില്ല. അവന്റെ മുന്നിൽ ഇനി മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബായ റയൽ മാഡ്രിഡ്. മറ്റൊരു സമ്മർദ്ദം. മറ്റൊരു ചരിത്രം. 2009 ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് സംഭവിച്ച വർഷം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ലോകത്തെ കീഴടക്കിയ റൊണാൾഡോ ഇനി സ്പെയിനിലേക്ക് യാത്ര തിരിച്ചു. ലക്ഷ്യം റയൽ മാഡ്രിഡ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫുട്ബോൾ ക്ലബ്ബുകളിലൊന്ന്. റൊണാൾഡോയെ സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡ് ചെലവഴിച്ചത് അന്നത്തെ ലോക റെക്കോർഡ് ട്രാൻസ്ഫർ തുകയായിരുന്നു. പക്ഷേ ആ തുകയേക്കാൾ വലിയതായിരുന്നു അദ്ദേഹത്തിന് മേലുള്ള പ്രതീക്ഷ. റയൽ മാഡ്രിഡിൽ എത്തിയ ആദ്യ ദിവസം മുതൽ തന്നെ ആരാധകർ അദ്ദേഹത്തിൽ നിന്ന് ഗോളുകൾ പ്രതീക്ഷിച്ചു. വലിയ സ്റ്റേഡിയം. ലക്ഷക്കണക്കിന് ആരാധകർ. ഓരോ മത്സരവും വലിയ സമ്മർദ്ദം. പക്ഷേ സമ്മർദ്ദം റൊണാൾഡോയെ തളർത്തിയില്ല. അത് അവനെ കൂടുതൽ ശക്തനാക്കി. സ്പെയിനിലെ ആദ്യ സീസണിൽ തന്നെ അവൻ തന്റെ കഴിവ് തെളിയിച്ചു. പിന്നീട് വന്ന വർഷങ്ങൾ റൊണാൾഡോയുടെ കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടമായി മാറി. അവൻ ഗോൾ അടിക്കുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല. സ്വന്തം ശരീരത്തെ ഒരു അത്ലറ്റിക് മെഷീനാക്കി മാറ്റി. പരിശീലനം, ഭക്ഷണം, ഉറക്കം, ശാരീരികക്ഷമത എല്ലാം കൃത്യമായി നിയന്ത്രിച്ചു. അവന്റെ വേഗതയും ചാട്ടവും ഷൂട്ടിംഗും ഓരോ സീസണിലും കൂടുതൽ അപകടകാരിയായി. പക്ഷേ റയൽ മാഡ്രിഡിൽ റൊണാൾഡോയ്ക്ക് മറ്റൊരു വലിയ വെല്ലുവിളിയുമുണ്ടായിരുന്നു. ലയണൽ മെസ്സി. ലോക ഫുട്ബോളിലെ രണ്ട് മഹാന്മാർ. രണ്ട് വ്യത്യസ്ത ശൈലികൾ. രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ. പക്ഷേ ഒരേ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും മികച്ചവനാകുക. മെസ്സിയും റൊണാൾഡോയും തമ്മിലുള്ള മത്സരം ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യക്തിഗത മത്സരങ്ങളിലൊന്നായി മാറി. ഒരു താരം റെക്കോർഡ് സ്ഥാപിക്കുമ്പോൾ മറ്റൊരാൾ അതിനെ മറികടക്കും. ഒരു മത്സരം റൊണാൾഡോയുടെ പേരിലായാൽ അടുത്ത മത്സരം മെസ്സിയുടേതാകും. ഈ മത്സരം ഇരുവരെയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. റൊണാൾഡോയുടെ ജീവിതത്തിൽ വ്യക്തിപരമായ മാറ്റങ്ങളും സംഭവിച്ചു. 2010 അദ്ദേഹം ഒരു പിതാവായി. പിന്നീട് കുടുംബം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായി മാറി. പക്ഷേ മൈതാനത്ത് റൊണാൾഡോയുടെ വിശപ്പ് കുറഞ്ഞില്ല. 2013 അദ്ദേഹം വീണ്ടും ബാലൻ ഡി ഓർ നേടി. 2014 റയൽ മാഡ്രിഡിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി. അത് അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു വലിയ നിമിഷമായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു സ്വപ്നം റൊണാൾഡോയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ക്ലബിനായി എല്ലാം നേടിയ ഒരു താരം തന്റെ രാജ്യത്തിനായി എന്ത് ചെയ്യും? പോർച്ചുഗലിനൊപ്പം ഒരു വലിയ അന്താരാഷ്ട്ര കിരീടം. അതിനായി കാത്തിരുന്ന വർഷങ്ങൾ ഒടുവിൽ 2016 അവസാനിക്കാനിരിക്കുകയായിരുന്നു. ഫ്രാൻസിൽ നടന്ന യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ പോർച്ചുഗൽ ഫൈനലിലെത്തി. എതിരാളികൾ ഫ്രാൻസ്. റൊണാൾഡോയുടെ രാജ്യത്തിനു മുന്നിൽ ചരിത്രം എഴുതാനുള്ള അവസരം. പക്ഷേ ആ രാത്രിയിൽ സംഭവിച്ചത് റൊണാൾഡോ പോലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. 2016 ജൂലൈ 10 ഫ്രാൻസിലെ സ്റ്റേഡ് ഡി ഫ്രാൻസിൽ പോർച്ചുഗലും ഫ്രാൻസും യൂറോ കപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുകയായിരുന്നു. റൊണാൾഡോയ്ക്ക് ആ മത്സരം ഒരു സാധാരണ ഫൈനലായിരുന്നില്ല. ക്ലബ്ബ് ഫുട്ബോളിൽ അവൻ നേടിയതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സ്വന്തം രാജ്യത്തിനായി ഒരു വലിയ കിരീടം ഇപ്പോഴും ബാക്കിയായിരുന്നു.
മത്സരം തുടങ്ങി അധികം വൈകാതെ തന്നെ റൊണാൾഡോയ്ക്ക് പരിക്കേറ്റു. വേദന സഹിച്ച് അവൻ വീണ്ടും കളിക്കാൻ ശ്രമിച്ചു. പക്ഷേ പരിക്ക് ഗുരുതരമായിരുന്നു. ഒടുവിൽ കണ്ണീരോടെ റൊണാൾഡോ മൈതാനം വിട്ടു. ക്യാപ്റ്റന്റെ ആംബാൻഡ് കൈയിൽ നിന്ന് മാറ്റുമ്പോൾ അവന്റെ മുഖത്ത് നിരാശ വ്യക്തമായിരുന്നു. പക്ഷേ അവൻ ടീമിനെ ഉപേക്ഷിച്ചില്ല. ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് സഹതാരങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അവൻ കളിക്കളത്തിലില്ലായിരുന്നു. പക്ഷേ അവന്റെ മനസ്സ് മുഴുവൻ മത്സരത്തിലായിരുന്നു. മിനിറ്റുകൾ കടന്നു. സ്കോർ 0-0. ഒടുവിൽ എക്സ്ട്രാ ടൈം. അപ്പോൾ 109 മിനിറ്റിൽ പോർച്ചുഗലിന് ഒരു അദ്ഭുത നിമിഷം ലഭിച്ചു. എഡർ പന്തുമായി മുന്നേറി. ഒരു ശക്തമായ ഷോട്ട്. പന്ത് വലയിലേക്ക്. പോർച്ചുഗൽ മുന്നിൽ. സ്റ്റേഡിയം പൊട്ടിത്തെറിച്ചു. റൊണാൾഡോ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് ആഘോഷിച്ചു. അവൻ മൈതാനത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കിരീടത്തിനായി അവൻ വർഷങ്ങളോളം കാത്തിരുന്നു. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ പോർച്ചുഗൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായി. റൊണാൾഡോയുടെ കണ്ണുകളിൽ കണ്ണുനീർ. ഇത്തവണ അത് വേദനയുടെ കണ്ണുനീർ ആയിരുന്നില്ല. അത് സന്തോഷത്തിന്റെ കണ്ണുനീർ ആയിരുന്നു. മദൈരയിലെ ഒരു ചെറിയ കുട്ടി സ്വപ്നം കണ്ടിരുന്ന നിമിഷം ഒടുവിൽ യാഥാർത്ഥ്യമായി. സ്വന്തം രാജ്യത്തിനായി ഒരു കിരീടം. ആ വിജയത്തോടെ റൊണാൾഡോയുടെ ജീവിതത്തിലെ മറ്റൊരു അധ്യായം പൂർത്തിയായി. പക്ഷേ അവന്റെ കരിയർ ഇനിയും അവസാനിച്ചിരുന്നില്ല. റയൽ മാഡ്രിഡിൽ അവൻ കൂടുതൽ ചരിത്രം സൃഷ്ടിച്ചു. 2016-ലും 2017-ലും ബാലൻ ഡി ഓർ നേടി. 2017 റയൽ മാഡ്രിഡിനൊപ്പം വീണ്ടും ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി. അവന്റെ ഗോളുകൾ റെക്കോർഡുകളായി മാറി. അവന്റെ പേര് ചരിത്രത്തിന്റെ ഭാഗമായി തുടങ്ങി. പക്ഷേ റൊണാൾഡോയുടെ ജീവിതം ഫുട്ബോളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. ലോകപ്രശസ്തനായ താരമാകുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതവും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വ്യക്തി കടന്നുവരുന്നത്. ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് വന്ന യുവതി. പക്ഷേ പിന്നീട് റൊണാൾഡോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലൊരാളായി മാറിയ ഒരാൾ. ജോർജീന റോഡ്രിഗസ്. അവരുടെ ബന്ധം പതിയെ വളർന്നു. റൊണാൾഡോയുടെ ജീവിതത്തിൽ കുടുംബത്തിന്റെ പ്രാധാന്യം കൂടുതൽ ശക്തമായി. കുട്ടികൾ, കുടുംബ, സ്നേഹം, ഫുട്ബോളിന് പുറത്തുള്ള ഒരു ലോകം. ലോകം കാണുന്ന റൊണാൾഡോ ഒരു സൂപ്പർ താരമായിരുന്നു. പക്ഷേ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ മറ്റൊരു മനുഷ്യനായിരുന്നു. ഒരു അച്ഛൻ, ഒരു കുടുംബത്തിന്റെ ഭാഗം. എന്നാൽ ജീവിതം അവനെ വീണ്ടും പരീക്ഷിക്കാൻ പോകുകയായിരുന്നു. ഫുട്ബോൾ മൈതാനത്ത് റൊണാൾഡോ റെക്കോർഡുകൾ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ മൈതാനത്തിനു പുറത്തും അദ്ദേഹത്തിന്റെ ജീവിതം മാറിക്കൊണ്ടിരുന്നു. 2016 ജോർജീന റോഡ്രിഗസുമായി റൊണാൾഡോയുടെ ബന്ധം ആരംഭിച്ചു. അവരുടെ ബന്ധം പതിയെ ശക്തമായി. ലോകത്തിന്റെ മുന്നിൽ എപ്പോഴും ഒരു സൂപ്പർ താരമായി കാണപ്പെട്ടിരുന്ന റൊണാൾഡോയുടെ മറ്റൊരു മുഖം അപ്പോഴാണ് കൂടുതൽ വ്യക്തമായത്. അത് കുടുംബത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മനുഷ്യന്റെ മുഖമായിരുന്നു. റൊണാൾഡോ ഇതിനകം ഒരു പിതാവായിരുന്നു. പിന്നീട് ജോർജീനയ്ക്കൊപ്പമുള്ള ജീവിതം അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടുതൽ വലുതാക്കി. കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്ന സമയം അദ്ദേഹത്തിന് ഏറെ വിലപ്പെട്ടതായി. പക്ഷേ അതേ കാലഘട്ടത്തിൽ ഫുട്ബോൾ ജീവിതവും അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുകയായിരുന്നു. റയൽ മാഡ്രിഡിനൊപ്പം റൊണാൾഡോ തുടർച്ചയായി ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടി. 2017 റയൽ മാഡ്രിഡ് തുടർച്ചയായ മൂന്നാമത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കി. ഫൈനലിൽ യുവന്റസിനെതിരെയും റൊണാൾഡോ ഗോൾ നേടി. അവൻ ഇനി ഒരു മികച്ച താരമെന്നതിലുപരി ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പേരുകളിലൊന്നായി മാറിയിരുന്നു. പക്ഷേ വിജയങ്ങൾക്കിടയിലും ഒരു ചോദ്യം തുടർന്നു. ഇനി എന്ത്? 2018 റൊണാൾഡോ റയൽ മാഡ്രിഡ് വിട്ടു. 9 വർഷം നീണ്ട ഒരു യുഗത്തിന് അവസാനം. അടുത്ത ലക്ഷ്യം ഇറ്റലി. യുവന്റസ്. പുതിയ രാജ്യം, പുതിയ ലീഗ്, പുതിയ വെല്ലുവിളി. വയസ്സ് കൂടിയിരുന്നെങ്കിലും റൊണാൾഡോയുടെ വിശപ്പ് കുറഞ്ഞിരുന്നില്ല. യുവതാരങ്ങളോട് മത്സരിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ഗോളുകൾ നേടി. പക്ഷേ റൊണാൾഡോയുടെ കരിയറിൽ ഒരു കാര്യം എപ്പോഴും പ്രത്യേകമായിരുന്നു. അവൻ തന്റെ പ്രായത്തെ ഒരിക്കലും ഒരു കാരണം ആക്കിയില്ല. ഓരോ ദിവസവും ശരീരത്തെ പരിപാലിച്ചു, പരിശീലിച്ചു, സ്വയം മെച്ചപ്പെടുത്തി. അതുകൊണ്ടുതന്നെ 30കൾ പിന്നിട്ടിട്ടും ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിനിടയിൽ കുടുംബവും കൂടുതൽ വളർന്നു. റൊണാൾഡോയും ജോർജീനയും കുട്ടികളോടൊപ്പം ഒരു പുതിയ ജീവിതം നിർമ്മിച്ചു. പുറത്തു നിന്ന് നോക്കുമ്പോൾ എല്ലാം പൂർണ്ണമായിരുന്നു. പക്ഷേ ജീവിതം ഒരിക്കലും പൂർണ്ണമായി പ്രവചിക്കാനാവില്ല. 2022 റൊണാൾഡോയുടെയും ജോർജീനയുടെയും ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചു. അവർ പ്രതീക്ഷിച്ചിരുന്ന ഇരട്ടക്കുട്ടികളിൽ ഒരാൾ ജനനസമയത്ത് മരിച്ചു. ആ നിമിഷം റൊണാൾഡോയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിലൊന്നായി മാറി. ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ഗോളുകളും വിജയങ്ങളും കണ്ടിരുന്നു. പക്ഷേ ഈ വേദന, അത് ഒരു ട്രോഫിയും മറികടക്കാൻ കഴിയാത്തതായിരുന്നു. കുടുംബം ഒരുമിച്ച് ആ ദുഃഖം നേരിട്ടു. റൊണാൾഡോ വീണ്ടും മനസ്സിലാക്കി. മൈതാനത്ത് വീണ്ടും റൊണാൾഡോ. വീട്ടിൽ കുട്ടികൾക്കൊപ്പം ഒരു അച്ഛൻ. അവന്റെ ജീവിതം ഇനി ഒരു ഫുട്ബോൾ കഥ മാത്രമായിരുന്നില്ല. അത് വിജയത്തിന്റെയും സ്നേഹത്തിന്റെയും നഷ്ടത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയായി മാറിയിരുന്നു. റൊണാൾഡോയുടെ ജീവിതത്തിൽ ഫുട്ബോൾ എപ്പോഴും ഒരു വലിയ ശക്തിയായിരുന്നു. പക്ഷേ 2022 ശേഷം കുടുംബം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി മാറി.
യുവന്റസിന് ശേഷം അദ്ദേഹം വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചെത്തിയിരുന്നു. ഒരിക്കൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ അതേ സ്റ്റേഡിയത്തിലേക്ക് വർഷങ്ങൾക്കുശേഷം റൊണാൾഡോ വീണ്ടും മടങ്ങിയെത്തി. ഓൾഡ് ട്രാഫോർഡിൽ ആരാധകർ അദ്ദേഹത്തെ സ്വീകരിച്ചത് ഒരു നായകനെപ്പോലെയായിരുന്നു. പക്ഷേ കാര്യങ്ങൾ പഴയതുപോലെ ആയിരുന്നില്ല. ഫുട്ബോൾ മാറിയിരുന്നു, ടീം മാറിയിരുന്നു, റൊണാൾഡോയും മാറിയിരുന്നു. വയസ്സ് കൂടിയിരുന്നു. എങ്കിലും ഗോളടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരുന്നില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി അദ്ദേഹം വീണ്ടും ഗോളുകൾ നേടി. പക്ഷേ ക്ലബിനുള്ളിലെ പ്രശ്നങ്ങളും അഭിപ്രായവ്യത്യാസങ്ങളും പതിയെ വർദ്ധിച്ചു. 2022 അവസാനത്തോടെ റൊണാൾഡോയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും വേർപിരിഞ്ഞു. അത് ഒരു യുഗത്തിന്റെ മറ്റൊരു അവസാനമായിരുന്നു. പക്ഷേ റൊണാൾഡോയുടെ കഥ അവിടെയും അവസാനിച്ചില്ല. അവന്റെ അടുത്ത അധ്യായം യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയായിരുന്നു. സൗദി അറേബ്യ, അൽ നൊസർ. ലോക ഫുട്ബോളിലെ പലർക്കും അത് അപ്രതീക്ഷിതമായ തീരുമാനമായിരുന്നു. പക്ഷേ റൊണാൾഡോയ്ക്ക് അത് മറ്റൊരു വെല്ലുവിളിയായിരുന്നു. പുതിയ രാജ്യം, പുതിയ സംസ്കാരം, പുതിയ ലീഗ്. വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങേണ്ടി വരുന്ന ഒരു ജീവിതം. എന്നാൽ മൈതാനത്ത് റൊണാൾഡോ പറയതുപോലെ തന്നെ. ഗോളുകൾ, റെക്കോർഡുകൾ, ആഘോഷങ്ങൾ. അവന്റെ പേര് വീണ്ടും ലോകമെമ്പാടും വാർത്തയായി. അതേസമയം ജോർജീനിയുമായുള്ള കുടുംബജീവിതവും കൂടുതൽ ശക്തമായി. അവർ ഒരുമിച്ച് കുട്ടികളെ വളർത്തി. യാത്രകൾ, ആഘോഷങ്ങൾ, കഠിനമായ ദിവസങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ എല്ലാം ഒരുമിച്ച് നേരിട്ടു. ലോകം റൊണാൾഡോയെ കാണുന്നത് പലപ്പോഴും ഒരു ഫുട്ബോൾ താരമായിട്ടാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് അദ്ദേഹം മറ്റൊരാളാണ്. അച്ഛൻ, അവരോടൊപ്പം കളിക്കുന്ന ഒരാൾ, അവരുടെ വിജയങ്ങളിൽ സന്തോഷിക്കുന്ന ഒരാൾ, അവരുടെ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കുന്ന ഒരാൾ. ഇതിനിടയിൽ ഒരു ചോദ്യം വീണ്ടും ഉയർന്നു. റൊണാൾഡോയും ജോർജീനയും വിവാഹിതരാകുമോ? വർഷങ്ങളായി അവരുടെ ബന്ധം ലോകത്തിന്റെ ശ്രദ്ധയിൽ തന്നെയായിരുന്നു. അവർ ഒരുമിച്ച് ഒരു കുടുംബം നിർമ്മിച്ചു. ഒരുമിച്ച് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളും ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളും നേരിട്ടു. പക്ഷേ വിവാഹം മാത്രം ആ കഥയുടെ അവസാനമല്ല. കാരണം ഈ ബന്ധത്തിന്റെ പിന്നിൽ വർഷങ്ങളുടെ സ്നേഹവും വിശ്വാസവും ഒരുമിച്ച് വളർന്ന ഒരു കുടുംബവുമുണ്ടായിരുന്നു. മദൈരയിലെ ചെറിയ വീട്ടിൽ നിന്ന് തുടങ്ങിയ റൊണാൾഡോയുടെ യാത്ര ഇപ്പോൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമാകണമെന്ന് സ്വപ്നം കണ്ട ആ കുട്ടി ഇപ്പോൾ തന്റെ കുടുംബത്തോടൊപ്പം ജീവിതത്തിലെ മറ്റൊരു സ്വപ്നത്തിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. റൊണാൾഡോയുടെ ജീവിതത്തിൽ ഒരിക്കൽ ഫുട്ബോൾ മാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷേ വർഷങ്ങൾ കടന്നുപോയപ്പോൾ ആ ലക്ഷ്യം മാറി. കിരീടങ്ങൾ നേടി, റെക്കോർഡുകൾ തകർത്തു, ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബുകൾക്കായി കളിച്ചു, പോർച്ചുഗലിനൊപ്പം ചരിത്രം സൃഷ്ടിച്ചു. പക്ഷേ ഒടുവിൽ അവൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ഒരു ട്രോഫിയല്ല, കുടുംബമാണ്. ജോർജീനിയുമായുള്ള ബന്ധം വർഷങ്ങളായി വളർന്നുകൊണ്ടിരുന്നു. ആദ്യമായി കണ്ടുമുട്ടിയ സമയത്ത് ആരും കരുതിയിരുന്നില്ല ഈ ബന്ധം ഇത്രയും ദൂരം പോകുമെന്ന്. പക്ഷേ അവർ ഒരുമിച്ച് ജീവിതം നിർമ്മിച്ചു, കുട്ടികളെ വളർത്തി, സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കിട്ടു. ലോകം മുഴുവൻ അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും അവരുടെ ജീവിതത്തിലെ പല നിമിഷങ്ങളും ക്യാമറകൾക്ക് പിന്നിലായിരുന്നു. റൊണാൾഡോയുടെ ജീവിതത്തിൽ ജോർജീന ഒരു പങ്കാളി മാത്രമായിരുന്നില്ല. അവന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ കൂടെ നിന്ന ഒരാളായിരുന്നു. ഫുട്ബോൾ മൈതാനത്ത് റൊണാൾഡോ എത്ര ശക്തനായിരുന്നാലും കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവന്റെ ശബ്ദത്തിൽ മറ്റൊരു വികാരം ഉണ്ടായിരുന്നു. അവന്റെ കുട്ടികൾ അവന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായി മാറി. അവരുടെ ചിരി, അവരുടെ ചെറിയ വിജയങ്ങൾ, അവരോടൊപ്പം ചെലവഴിക്കുന്ന സമയം, ഇതൊക്കെയായിരുന്നു അവൻ വിലപ്പെട്ടത്. പക്ഷേ ലോകം കാത്തിരുന്ന ഒരു ചോദ്യം ഇപ്പോഴും ഉണ്ടായിരുന്നു. റൊണാൾഡോയും ജോർജീനയും എപ്പോൾ വിവാഹിതരാകും? വർഷങ്ങളായി ആ ചോദ്യം ഉയർന്നുകൊണ്ടിരുന്നു. പക്ഷേ അവരുടെ ബന്ധത്തിന് വിവാഹത്തേക്കാൾ വലിയൊരു ചരിത്രം ഇതിനകം ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് ഒരു കുടുംബം നിർമ്മിച്ചിരുന്നു. 2025 ആ ബന്ധത്തിന് ഔദ്യോഗികമായ മറ്റൊരു വഴിത്തിരിവ് വന്നു. റൊണാൾഡോ ജോർജീനയോട് വിവാഹാഭ്യർത്ഥന നടത്തി. വർഷങ്ങളായി ഒരുമിച്ച് ജീവിച്ചിരുന്ന രണ്ടുപേർ ഇനി ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് നടക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ ഈ നിമിഷത്തെ മനസ്സിലാക്കാൻ മദൈരയിലെ ആ ചെറിയ കുട്ടിയെ ഓർക്കണം. വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ച കുട്ടി. 12ാം വയസ്സിൽ കുടുംബത്തെ വിട്ട് ലിസ്ബണിലേക്ക് പോയ കുട്ടി. ഏകാന്തതയെ അതിജീവിച്ച കുട്ടി. വിമർശനങ്ങളെ അതിജീവിച്ച യുവാവ്. പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റിയ താരം. ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ വേദികളിൽ ചരിത്രം സൃഷ്ടിച്ച മനുഷ്യൻ. ഒടുവിൽ താൻ ഏറ്റവും സ്നേഹിക്കുന്ന മനുഷ്യരോടൊപ്പം ജീവിതം പങ്കിടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. വിജയങ്ങളുടെ പിന്നിലെ ത്യാഗങ്ങളുടെ കഥയാണ്. സ്നേഹത്തിന്റെയും കുടുംബത്തിന്റെയും കഥയാണ്. ഒരു ദിവസം ലോകം മുഴുവൻ തന്റെ പേര് അറിയണമെന്ന് ആഗ്രഹിച്ച മദൈര വർഷങ്ങളായി റൊണാൾഡോയുടെയും ജോർജീനയുടെയും ബന്ധത്തെക്കുറിച്ച് ലോകം ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. എപ്പോൾ വിവാഹം? അവരുടെ ബന്ധം ഇതിനകം തന്നെ ഒരു കുടുംബമായി മാറിയിരുന്നു. ഒരുമിച്ച് വളർത്തുന്ന കുട്ടികൾ, പങ്കിട്ട സന്തോഷങ്ങൾ, നേരിട്ട വേദനകൾ എല്ലാം അവരെ കൂടുതൽ അടുപ്പിച്ചു. റൊണാൾഡോയുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയങ്ങളിലും ജോർജീന അദ്ദേഹത്തിനൊപ്പം നിന്നു. മൈതാനത്ത് ആയിരക്കണക്കിന് ആളുകൾ റൊണാൾഡോയെ വിളിച്ചുപറയുമ്പോൾ
വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ ഒരു സാധാരണ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു. അവിടെ ബാലൻ ഡി ഓറുകളില്ല, ചാമ്പ്യൻസ് ലീഗ് ട്രോഫികളില്ല, റെക്കോർഡുകളില്ല. അവിടെ അവൻ ഒരു അച്ഛൻ മാത്രമാണ്, ഒരു പങ്കാളി മാത്രമാണ്, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. 2025 നവംബറിൽ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ശേഷം റൊണാൾഡോയും ജോർജീനയും വിവാഹനിശ്ചയം പ്രഖ്യാപിച്ചു. ജോർജീന തന്റെ കൈയിലെ വിവാഹമോതിരം ലോകത്തിനു മുന്നിൽ കാണിച്ചു. റൊണാൾഡോയുടെ ജീവിതത്തിലെ മറ്റൊരു സ്വപ്നം കൂടി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയായിരുന്നു. പക്ഷേ ആ മോതിരത്തിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ടായിരുന്നു. മദൈരയിലെ ചെറിയ വീട്ടിൽ നിന്ന് ആരംഭിച്ച ജീവിതം, ലിസ്ബണിലെ ഏകാന്തമായ ബാല്യം, മാഞ്ചസ്റ്ററിലെ ആദ്യ അവസരം, റയൽ മാഡ്രിഡിലെ റെക്കോർഡുകൾ, പോർച്ചുഗലിനൊപ്പം നേടിയ ചരിത്രം, വേദനകളും നഷ്ടങ്ങളും, അതിനിടയിലൂടെ വളർന്ന ഒരു കുടുംബം, എല്ലാം ഈ ഒരു നിമിഷത്തിലേക്ക് എത്തിച്ചേർന്നതുപോലെ തോന്നി. ലോകം റൊണാൾഡോയുടെ ഗോളുകൾ എണ്ണി, ട്രോഫികൾ എണ്ണി, റെക്കോർഡുകൾ എണ്ണി. പക്ഷേ അവന്റെ ജീവിതത്തെ യഥാർത്ഥത്തിൽ നിർവചിച്ച ചില കാര്യങ്ങൾ അക്കങ്ങളിൽ അളക്കാൻ കഴിയില്ല. അവൻ വിട്ടുപോയ വീടുകൾ, അവൻ സഹിച്ച ഏകാന്തത, അവൻ മറികടന്ന പരാജയങ്ങൾ, അവൻ സ്നേഹിച്ച മനുഷ്യർ, അവൻ നഷ്ടപ്പെട്ട ആളുകൾ, അവൻ സംരക്ഷിച്ച കുടുംബം. ഒരു ചെറിയ ദ്വീപിൽ നിന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ഫുട്ബോൾ വേദിയിലേക്ക് എത്തിയ ആ കുട്ടി ഒടുവിൽ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ടായിരുന്നു: ലോകം കീഴടക്കുന്നത് വലിയൊരു നേട്ടമാണ്, പക്ഷേ സ്വന്തം ആളുകളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുക അതിലും വലിയൊരു വിജയം ആയിരിക്കാം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കഥയിൽ അതുകൊണ്ട് ഏറ്റവും മനോഹരമായ അധ്യായം ഒരു സ്റ്റേഡിയത്തിൽ അവസാനിക്കുന്നില്ല. അത് ഒരു കുടുംബത്തിനിടയിലാണ് തുടരുന്നത്. മദൈരയിലെ ഒരു ചെറിയ കുട്ടിയുടെ സ്വപ്നം ലോകം മുഴുവൻ കണ്ടു. പക്ഷേ ആ സ്വപ്നത്തിന്റെ അവസാനത്തിൽ അവൻ അന്വേഷിച്ചത് മറ്റൊരു കിരീടമായിരുന്നില്ല. സ്നേഹവും സമാധാനവും കുടുംബവും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. ഒരു ഫുട്ബോൾ ഇതിഹാസത്തിന്റെ കഥ ഒടുവിൽ ഒരു മനുഷ്യന്റെ കഥയായി മാറുകയായിരുന്നു. ഒരു മനുഷ്യന്റെ ജീവിതം അളക്കുന്നത് എത്ര ഗോളുകൾ നേടി എന്നതുകൊണ്ട് മാത്രമല്ല, അവൻ എത്ര തവണ വീണു, എത്ര തവണ എഴുന്നേറ്റു, എത്ര പേരെ തന്റെ കൂടെ മുന്നോട്ട് കൊണ്ടുപോയി എന്നതുകൊണ്ടുകൂടിയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ്. മദൈരയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി, 12ാം വയസ്സിൽ കുടുംബത്തിൽ നിന്ന് അകന്ന് പുതിയ ജീവിതം ആരംഭിച്ച കുട്ടി, ഒറ്റപ്പെടലിനെ നേരിട്ട കൗമാരക്കാരൻ, ശരീരപരമായ പ്രശ്നങ്ങളെ അതിജീവിച്ച യുവാവ്, വിമർശനങ്ങളെ നേരിട്ട് ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായി മാറിയ ഫുട്ബോൾ താരം. ഓരോ ഘട്ടത്തിലും റൊണാൾഡോയ്ക്ക് മുന്നിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു: നിർത്തുമോ? അവന്റെ മറുപടി എല്ലായ്പ്പോഴും ഒന്നായിരുന്നു: ഇല്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക്, റയൽ മാഡ്രിഡിൽ നിന്ന് യുവന്റസിലേക്ക്, പിന്നീട് വീണ്ടും മാഞ്ചസ്റ്ററിലേക്ക്, അവിടെ നിന്ന് സൗദി അറേബ്യയിലേക്ക്. രാജ്യങ്ങൾ മാറി, ക്ലബ്ബുകൾ മാറി, സഹതാരങ്ങൾ മാറി, ഫുട്ബോൾ മാറി. പക്ഷേ അവന്റെ ഒരു കാര്യം മാറിയില്ല: വിജയിക്കണമെന്നുള്ള വിശപ്പ്. അത് തന്നെയാണ് റൊണാൾഡോയെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിർത്തിയത്. അവൻ ജനിച്ചപ്പോൾ ലോകം അവനെ കാത്തിരുന്നില്ല. അവൻ പ്രശസ്ത കുടുംബത്തിൽ നിന്നുമല്ല വന്നത്. അവന്റെ കയ്യിൽ ഒന്നുമുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നത്തെ പിന്തുടരാനുള്ള ധൈര്യവും. ഇന്ന് ലോകം അവനെ ഗോളുകളുടെ എണ്ണത്തിൽ ഓർക്കുന്നു, ബാലൻ ഡി ഓറുകളുടെ എണ്ണത്തിൽ ഓർക്കുന്നു, ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളിൽ ഓർക്കുന്നു, പോർച്ചുഗലിനൊപ്പം നേടിയ യൂറോ കപ്പിൽ ഓർക്കുന്നു. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്: റൊണാൾഡോ തന്റെ ജീവിതം സ്വയം നിർമ്മിച്ചു. പരാജയം വന്നപ്പോൾ അതിനെ ഒരു അവസാനമായി കണ്ടില്ല. വിമർശനം വന്നപ്പോൾ അതിൽ നിന്ന് ഓടിയില്ല. വേദന വന്നപ്പോൾ അതിനു മുന്നിൽ കീഴടങ്ങിയില്ല. ഓരോ തവണയും അവൻ വീണ്ടും എഴുന്നേറ്റു. അതാണ് ഈ കഥയുടെ യഥാർത്ഥ ശക്തി. കാരണം എല്ലാവർക്കും സ്വപ്നം കാണാം. പക്ഷേ ആ സ്വപ്നത്തിനായി വർഷങ്ങളോളം കഠിനമായി പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയില്ല. റൊണാൾഡോ അത് ചെയ്തു. അതുകൊണ്ടാണ് മദൈരയിലെ ആ ചെറിയ കുട്ടിയുടെ പേര് ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലും കേൾക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ, ഒരു ഫുട്ബോൾ താരം എന്നതിലുപരി ഒരു ബ്രാൻഡ്, ഒരു ഇതിഹാസം, ഒരു പ്രചോദനം. പക്ഷേ അതിന്റെ പിന്നിൽ ഇപ്പോഴും ഒരു സാധാരണ മനുഷ്യനുണ്ട്. മദൈരയിലെ ആ ചെറിയ വീട്ടിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു അടയാളമായി മാറിയിരിക്കുന്നു. ഒരു കുട്ടി സ്വപ്നം കണ്ടു. ഒരു മനുഷ്യൻ ആ സ്വപ്നത്തിനായി പോരാടി. ലോകം ആ പോരാട്ടം കണ്ടു. അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കഥ.